നമസ്കാരം. പ്രധാന വാർത്തകൾ. മനു തോമസിനെതിരെ മാനനഷ്ട കേസ് നൽകി ജെയിൻ രാജ്. മനു തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ അനൂപ് ബാലചന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ജെയിൻ രാജ് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ജെയിൻ പി രാജിന്റെ വക്കീൽ നോട്ടീസ്. പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടാക്കാൻ പി ജയരാജൻ ചർച്ച നടത്തിയെന്ന് മനു ആരോപിച്ചിരുന്നു. മകനെയും കൊട്ടേഷൻകാരെയും ആരോപിച്ച് വിദേശത്തും സ്വദേശത്തും കച്ചവടങ്ങൾ നടത്തി. പി ജയരാജൻ പാർട്ടിയെ കൊത്തിവലിക്കാൻ അവസരമൊരുക്കുകയാണെന്നും മനു തോമസ് ഫേസ്ബുക്കിലൂടെ ആരോപിച്ചിരുന്നു. ഇതിനെതിരെയാണ് ജയരാജന്റെ മകൻ ജെയിൻ രാജിന്റെ വക്കീൽ നോട്ടീസ്. കായംകുളത്ത് വയോധികയെ ബലാത്സംഗം ചെയ്തു. 26കാരൻ പിടിയിൽ. കായംകുളത്ത് വയോധികയെ ബലാത്സംഗം ചെയ്ത പ്രതി പിടിയിൽ. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 76കാരിയാണ് പീഡനത്തിന് ഇരയായത്. സമീപ പ്രദേശത്ത് താമസിക്കുന്ന 26കാരനാണ് പിടിയിലായത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പ്രതി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെന്ന് പോലീസ് പറഞ്ഞു. യുവാവിനെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ ചാലയിൽ വെള്ളക്കെട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാല ഈസ്റ്റിലെ സുധീഷ് മീത്തിലെയാണ് മരിച്ചത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ പോകുന്ന വഴിയിൽ വെള്ളക്കെട്ടിൽ വീണതാകാമെന്നാണ് നിഗമനം. എടക്കാട് പോലീസ് എത്തി മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ബിവറേജസ് കോർപ്പറേഷനിലെ വനിതാ ജീവനക്കാരിക്കുൾപ്പെടെ മർദ്ദനം. സോഡ കുപ്പികൊണ്ട് തലയ്ക്കടിച്ചു. ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാർക്ക് നേരെ കണ്ണൂരിൽ ആക്രമണം. കണ്ണൂർ നഗരത്തിലെ പാറക്കണ്ടി ബിവറേജസ് ഔട്ട്ലെറ്റിലെ ജീവനക്കാരായ സുബീഷ്, വത്സല എന്നിവർക്ക് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണമുണ്ടായത്. ബെപ്കോ ജീവനക്കാരന്റെ തലയിൽ സോഡ കുപ്പികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു. വനിതാ ജീവനക്കാരിയെ ചവിട്ടി വീഴ്ത്തിയെന്നും പരാതിയുണ്ട്. മദ്യം വാങ്ങാൻ വരി നിൽക്കാത്തത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പറയുന്നത്. കടയടച്ച് മടങ്ങാനിരിക്കെയാണ് രണ്ടുപേർ ആക്രമിച്ചത്. അക്രമികൾ രണ്ടുപേരെയും കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. താലൂക്ക് ആശുപത്രിയിലെ സിനിമ ഷൂട്ടിംഗ്. വിശദീകരണവുമായി സൂപ്രണ്ട്. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സിനിമയുടെ ഷൂട്ടിങ്ങിന് അനുമതി നൽകിയതെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട്. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകം നിർദ്ദേശം നൽകിയിരുന്നുവെന്നും സൂപ്രണ്ട് പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന്റെ അടക്കം അനുമതിയും നിർദ്ദേശങ്ങളും പാലിച്ചാണ് ഷൂട്ടിംഗ് നടന്നതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. അത്യാഹിത വിഭാഗത്തിൽ സിനിമ ഷൂട്ടിംഗ് നടത്തിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. തുടർന്നാണ് പ്രതികരണവുമായി ആശുപത്രി അധികൃതരെത്തിയത്.